പരിശുദ്ധ കൃപാസനം അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 കോടി നന്ദി. എൻ്റെ പേര് രേഷ്മ ഇമ്മാനുവൽ. ഇത് എൻ്റെ ഹസ്ബൻഡ് ഇമ്മാനുവൽ, മോള് ജൊഹാന, ഹസ്ബൻഡിൻ്റെ മമ്മി സെറിത്ത്. ഞാനും ഹസ്ബൻഡും മോളും 13 വർഷമായിട്ട് അബുദാബിയിലാണ്. ഞങ്ങളവിടെ സെറ്റിൽഡാണ്. ആദ്യമായിട്ട് കൃപാസനത്തിൽ വരുന്നത് 2022 അതിന് അന്ന് വരാനുണ്ടായ കാരണം എന്ന് പറയുന്നത് ഹസ്ബൻഡിൻ്റെ മമ്മിക്ക് ഒരു ദിവസം പെട്ടെന്ന് ഭയങ്കരമായ വയറുവേദനയും വോമിറ്റിങ്ങും ഒക്കെ ആയിട്ട് ഭയങ്കര ക്രിട്ടിക്കലായി. അങ്ങനെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചു. ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടർ എല്ലാ സ്കാനും ബ്ലഡ് ടെസ്റ്റും എല്ലാം ചെയ്തു. അത് കഴിഞ്ഞ് അപ്പോൾ അതിൻ്റെ റിസൾട്ട് വന്നത് ഗോൾ ബ്ലാഡറിൽ വലിയ സ്റ്റോണുകളുണ്ടെന്നായിരുന്നു. അത് പാൻക്രിയാറ്റിസിനെ അഫക്റ്റ് ചെയ്ത് പാൻക്രിയാറ്റൈറ്റിസ് എന്ന് പറയുന്ന വലിയൊരു ഇൻഫെക്ഷനും ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞു ഇമ്മീഡിയറ്റ് ആയിട്ട് അഡ്മിഷൻ വേണം, ഫുഡൊന്നും ഓറലി ഒന്നും എടുക്കാൻ പറ്റില്ല, IV ഫ്ലൂയിഡും ആൻറ്റിബയോട്ടിക്സും മാത്രമേ ഉള്ളൂ. അങ്ങനെ ആ സമയത്ത് മമ്മി നാട്ടിൽ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്, ഞങ്ങളെല്ലാവരും അബുദാബിയിലാണ്. അപ്പോൾ ആ സമയത്ത് സഹായിക്കാൻ ആരുമില്ല. എൻ്റെ മമ്മിയും എൻ്റെ ബ്രദറും സഹായിക്കുന്നുണ്ടായിരുന്നു, ഇടയ്ക്ക് വന്ന് നോക്കിയിരുന്നു ഹോസ്പിറ്റലിൽ. അങ്ങനെ സ്കാൻ റിപ്പീറ്റ് ചെയ്തു. സ്റ്റോണിനൊന്നും ഒരു മൂവ്മെൻ്റ് ഇല്ല. ഡോക്ടർ പറഞ്ഞു പോകുന്ന നോക്കട്ടെ പക്ഷേ ഒരു മൂവ്മെൻറ്റും ഇല്ല. സ്റ്റോൺ അങ്ങനെ നിൽക്കുന്നു, ഇൻഫെക്ഷനും അതുപോലെ കൂടി നിൽക്കുന്നു. മമ്മി ഓരോ ദിവസവും ക്രിട്ടിക്കൽ സ്റ്റേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഡോക്ടർ പറഞ്ഞു ഇനി ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, ആളുടെ നില വഷളായിക്കൊണ്ടിരിക്കുകയാണ്, MRCP എന്ന് പറഞ്ഞൊരു പ്രൊസീജിയർ ചെയ്ത് നമുക്ക് ഈ സ്റ്റോണിനെ മൂവ് ചെയ്യിപ്പിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. അപ്പോൾ ക്ലോസ് റിലേറ്റീവ്സ് ആരുമില്ല, അതുകൊണ്ട് ഡോക്ടർ വിളിച്ചു. ഹസ്ബൻഡും ഡോക്ടറിനെ വിളിച്ച് സംസാരിച്ചപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടെ വരണം, മോൻ വന്ന് കൺസെൻറ്റ് സൈൻ ചെയ്യാതെ ഇത് ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞു. കാരണം ഇതിന് ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ആ സമയത്ത് 2022 കോവിഡൊക്കെ കഴിഞ്ഞിരുന്ന് 2.5 വർഷത്തിന് ശേഷം നാട്ടിലേക്ക് വരാൻ ഞങ്ങൾ 3 പേരും ടിക്കറ്റ് എടുത്ത് ഇരിക്കുമായിരുന്നു. അപ്പോൾ അതിന് ഒരു 2 ആഴ്ച മുമ്പാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് വരണമെന്ന് പറഞ്ഞുകൊണ്ട് ഹസ്ബൻഡും കുഞ്ഞും വേഗം നാട്ടിലേക്ക് പോന്നു. അവർ വന്ന് എയർപോർട്ടിൽ വന്ന് ഇറങ്ങി. അപ്പോൾ ആ സമയത്ത് അന്ന് രാവിലെ തന്നെ ഓൾറെഡി പ്രൊസീജിയർ പോസ്റ്റ് ചെയ്തേക്കുമായിരുന്നു. ഡോക്ടർ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, നമുക്ക് രാവിലെ ഒരു സ്കാനും കൂടെ ചെയ്ത് നോക്കിയിട്ട് പ്രൊസീജിയറിന് കയറ്റാമെന്ന് പറഞ്ഞു. അങ്ങനെ നേരെ സ്കാനിങ് റൂമിലേക്ക് പോകുന്ന വഴിയിൽ മമ്മി വളരെ ക്ഷീണിതയാണ്, വീൽ ചെയറിൽ കൊണ്ടുപോകുന്ന സമയത്ത് ഒരു ലേഡി, അവിടുത്തെ ഹൗസ് കീപ്പിങ്ങിൻ്റെ ഒരു ചേച്ചിയാന്ന് തോന്നുന്നു, ആ ചേച്ചി വന്ന് കൃപാസനം പത്രം കൊടുക്കുകയാണ്. മമ്മിയുടെ ഈ അവസ്ഥ കണ്ടപ്പോൾ കൊടുത്തിട്ട് പറഞ്ഞു ചേച്ചി ഒന്നുകൊണ്ടും പേടിക്കണ്ട, മാതാവ് നോക്കിക്കോളും, പ്രാർത്ഥിക്കാൻ പറഞ്ഞു. മമ്മി അത് ശ്രദ്ധിച്ചില്ല, മേടിച്ച് കയ്യിൽ വെച്ചു, വീൽ ചെയറിൻ്റെ സൈഡിൽ വെച്ചു, അത് നോക്കി ഒന്നും ചെയ്തില്ല. നേരെ കയറിയത് സ്കാനിങ് റൂമിലേക്കാണ്. സ്കാൻ ചെയ്തു. ഡോക്ടർ പറഞ്ഞു സ്റ്റോൺ അവിടെ ഇല്ല, ഇനി ഒരു പ്രൊസീജിയറിൻ്റെ ആവശ്യമില്ല, ഒരു കുഴപ്പമില്ല, 2 ദിവസം കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ഡിസ്ചാർജ് ആക്കാം, ഫുഡൊക്കെ ഇനി കഴിച്ചു തുടങ്ങാമെന്ന് പറഞ്ഞു. അതാണ് ഏറ്റവും വലിയ ആദ്യമായിട്ട് മാതാവിൻ്റെ അനുഗ്രഹം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായത്, ആദ്യത്തെ അത്ഭുതം. അത് അമ്മ മാതാവ് ഈശോ വഴി ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം പ്രവർത്തിച്ചു. അപ്പോൾ അങ്ങനെ ഡിസ്ചാർജായി മമ്മി സുഖം പ്രാപിച്ച് വീട്ടിലേക്ക് പോന്നു. അപ്പോൾ അന്ന് മമ്മി പറഞ്ഞു നമുക്ക് എന്തായാലും എല്ലാവരും ഒരുമിച്ച് ഇവിടെ വന്ന് മാതാവിന് നന്ദി പറഞ്ഞു പോകണം കൃപാസനത്തിൽ നിന്ന്. അങ്ങനെ ഞങ്ങൾ ഒരാഴ്ച കഴിഞ്ഞ് മമ്മി എല്ലാം ഓക്കെ കഴിഞ്ഞപ്പോൾ ഞാനും നാട്ടിലെത്തി. ഞങ്ങൾ എല്ലാവരും ഇവിടെ വന്നു. ആദ്യമായിട്ട് അങ്ങനെയാണ് 2022 ഇവിടെ എത്തുന്നത്, അമ്മയുടെ മണ്ണിൽ കാലുകുത്തുന്നത്. അങ്ങനെ വന്നു. ഉടമ്പടി ഒന്നും എടുത്തില്ല അന്ന്. ഉടമ്പടി എന്താണെന്നോ ഇതെന്താ സംഭവങ്ങളൊന്നും അറിയില്ല. മമ്മി പറഞ്ഞു ഇങ്ങനെ ഉടമ്പടിയൊക്കെ ഉണ്ട്, കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, പക്ഷെ നമുക്കതൊന്നും ചെയ്യാൻ പറ്റില്ല, നമ്മൾ വന്നു മാതാവിൻ്റെ അടുത്ത് നന്ദി പറഞ്ഞു പോവാമെന്ന് പറഞ്ഞു. ഇവിടെ വന്നു. അവിടുത്തെ മാതാവിൻ്റെ അടുത്ത് വന്ന് ഞങ്ങൾ നേർച്ചയിട്ട് പ്രാർത്ഥിച്ച് അപ്പം തന്നെ 15 മിനിറ്റ് നിന്നിട്ട് പോയി. പക്ഷേ ആ സമയത്ത് ഞാനിവിടെ വരുമ്പോൾ ഇങ്ങനെ കുറേ പ്രാർത്ഥനകളും അച്ഛൻ്റെ പ്രാർത്ഥന അല്ലെങ്കിൽ ഉടമ്പടി പുതുക്കൽ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ കേൾക്കുകയും കാണുകയൊക്കെ ചെയ്തു. അപ്പോൾ ഞാൻ ഓർത്ത് ഇവിടെ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ടെന്ന് ജസ്റ്റ് മനസ്സിലാക്കിയിട്ട് കണ്ടിട്ട് ഞാനങ്ങ് പോയി, അത്രേ ഉള്ളൂ. ഞാനാണെങ്കിലും പ്രാർത്ഥിക്കും എന്നല്ലാതെ മാതാവിൻ്റെ അടുത്ത് ഒരു പ്രത്യേക ഒരു ഭക്തിയോ അങ്ങനെയൊന്നും എനിക്കുണ്ടായിരുന്നില്ല. കുടുംബ പ്രാർത്ഥന ചെല്ലും, ഞായറാഴ്ചകളിൽ ചിലപ്പോഴൊക്കെ മുടങ്ങാറുണ്ട് ഡ്യൂട്ടിയുടെ ഇതനുസരിച്ചിട്ട്, അല്ലാത്ത സമയങ്ങളിൽ പള്ളിയിൽ പോവും. അങ്ങനെ ഒരു നോർമൽ ഒരു ഇതിലായിരുന്നു, അങ്ങനെ കൂടുതലൊരു ഭക്തി ജീവിതത്തിലേക്കൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ വർഷം 2022 ഇവിടെ നിന്ന് ഞങ്ങൾ വെക്കേഷനും കഴിഞ്ഞ് തിരിച്ച് അബുദാബിയിൽ എത്തിയപ്പോൾ തൊട്ട്
എൻ്റെ മനസ്സിൽ ഭയങ്കരമായൊരു ചിന്തയാണ്, എങ്ങനെയാണ് ഇവിടുത്തെ ഇത്രയും കാര്യങ്ങൾ, എന്താണ് ഇവിടുത്തെ കാര്യങ്ങളെന്നറിയാം. അങ്ങനെ വേഗം യൂട്യൂബ് എടുത്ത് വെബ്സൈറ്റിൽ കയറി ഫാദർ ജോസഫിൻ്റെ സൈറ്റ് എടുത്ത് സബ്സ്ക്രൈബ് ചെയ്ത്, പിന്നെ അവിടെ നിന്ന് തൊട്ട് അങ്ങോട്ട് എല്ലാ സാക്ഷ്യങ്ങളും പ്രയറുകളും അച്ഛൻ്റെ ഉടമ്പടി ധ്യാനങ്ങളും എല്ലാം കേൾക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഇതെന്താണ് ഉടമ്പടി എന്താണെന്നും അതിൽ നിയോഗങ്ങൾ എന്തൊക്കെയാണ്, നിബന്ധനകൾ എന്തൊക്കെയാണ്, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്, പ്രേക്ഷിത പ്രവർത്തനം അല്ലെങ്കിൽ എന്താണ് കാരുണ്യ പ്രവൃത്തികൾ, അവർ സാക്ഷ്യങ്ങളിലാണ് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റിയത്. ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കി. അപ്പോൾ അതുവരെ ഞാൻ എപ്പോഴും മൊബൈൽ എടുക്കുന്നത് യൂട്യൂബ് മറ്റ് ഷോർട്സ് റീൽസ് കാണും, അല്ലെങ്കിൽ എൻ്റെ ഫേസ്ബുക്കിൽ നോക്കും. ഇതാണ് എൻ്റെ സമയം ഞാൻ ഇങ്ങനെ കൂടുതലും സ്പെൻഡ് ചെയ്യും. അപ്പോൾ ഞാൻ ഓർത്ത് എന്തുകൊണ്ടാണ് കൂടുതൽ നമുക്ക് സാക്ഷ്യങ്ങൾ കേൾക്കാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അപ്പോൾ തന്നെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഡീആക്ടിവേറ്റ് ചെയ്തു. ആ സമയം നമുക്ക് സാക്ഷ്യങ്ങൾ കേൾക്കാമെന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ഇത്. അങ്ങനെ അതിനുശേഷം നെക്സ്റ്റ് 2023 വെക്കേഷന് വരുന്ന വരെ ആ ഒരു വർഷം മുഴുവനും ഞാൻ ഈ പ്രാർത്ഥനകളും എല്ലാം കേട്ട് ഉടമ്പടിയിലേക്ക് വരുവാനായിട്ടുള്ള ഭയങ്കര ഒരു പ്രിപ്പറേഷനിലായിരുന്നു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡും ഇങ്ങനെ നോക്കുന്നുണ്ട്, നീ എന്താ എപ്പോഴും ഇങ്ങനെ പ്രാർത്ഥനകൾ കേൾക്കുന്നത് ഭയങ്കര. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്തായാലും 2023 നമ്മൾ നാട്ടിൽ വെക്കേഷന് വരുമ്പോൾ ആദ്യം ഇവിടെ വരണം, കൃപാസനത്തിൽ അമ്മ മാതാവിൻ്റെ അടുത്ത് വന്ന് ഉടമ്പടി എടുക്കണം എനിക്കെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി ഞെട്ടിപ്പോയി. ഉടമ്പടിക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, നമുക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല. അവിടെ അബുദാബിയിലത്തെ ഗൾഫിലത്തെ ലൈഫ് അറിയാം, നമുക്ക് സമയമില്ല, എപ്പോഴും ജോലി കാര്യങ്ങൾ, വീട്ടിൽ വന്ന അടുത്ത ജോലികൾ, അങ്ങനെ ഇതൊക്കെ എപ്പോൾ ചെയ്യും, നമുക്ക് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ചെയ്യാൻ പറ്റും, ഞാൻ റെഡിയാണ്, പോയി ഉടമ്പടി എടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ 2023 ജൂലൈ 11 ഇവിടെ വന്ന് കൃപാസനത്തിൽ വന്ന് തീർത്ഥാട ഉടമ്പടി എടുക്കുന്നത്. അപ്പോൾ ആ സമയത്ത് പ്രത്യേകിച്ച് ഒരു ക്രിട്ടിക്കൽ കാര്യങ്ങളൊന്നുമില്ല, ഒന്നും എഴുതാൻ അങ്ങനെ പ്രത്യേകിച്ചുള്ള വിഷയത്തിൻ്റെ പുറത്തല്ല വന്ന് ഉടമ്പടി എടുത്തത്. മാതാവിനോട് കൂടുതൽ അടുക്കാനും ആത്മീയതയിലേക്ക് വളരുക എന്നൊരു ഉദ്ദേശം മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ വന്ന് എൻ്റെ നോർമലായിട്ടുള്ള കുറച്ച് എല്ലാവരുടെയും പോലെയുള്ള 6 നിയോഗങ്ങളും ഞാനും അതിൽ പേപ്പറിൽ എഴുതി വെച്ചു. ക്ലാസ്സും കഴിഞ്ഞു, എല്ലാം പ്രാർത്ഥിച്ച് എല്ലാം കഴിഞ്ഞ് പോയി. അങ്ങനെ തിരിച്ച് ആ വർഷത്തെ വെക്കേഷനും കഴിഞ്ഞ് നാട്ടിലേക്ക് ഞങ്ങൾ തിരിച്ചു പോയി. അപ്പോൾ ഞാൻ ആ സമയം യു എയിലേക്ക് തിരിച്ചു പോയി. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നൊരു പ്രശ്നം എന്ന് പറയുന്നത്, 1 വർഷമായിട്ട് 1.5 വർഷമായിട്ട് എൻ്റെ എല്ലാം ഞങ്ങൾ വർക്ക് ചെയ്യുന്ന കുറച്ച് പേരുടെ സാലറിയൊക്കെ കുറച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഫൈനാൻഷ്യലി കുറച്ച് ബുദ്ധിമുട്ടിലൊക്കെ പോയിക്കൊണ്ടിരുന്നു. പക്ഷേ ഞാനത് ഉടമ്പടിയിലൊന്നും വയ്ക്കുക അങ്ങനെക്കുറിച്ച് മൈൻഡ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പം ഞാൻ അന്ന് ഇവിടെ ഉടമ്പടി എടുക്കാൻ വന്ന ആ മാസത്തിലായിരുന്നു ഞങ്ങളുടെ അടുത്തുള്ള വേറൊരു ഹോസ്പിറ്റലിൽ ഇൻ്റർവ്യൂ നടക്കുന്നുണ്ടായിരുന്നു. വോക്ക് ഇൻ ഇൻ്റർവ്യൂ ആയിരുന്നു. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും പോയി ആ സമയത്ത് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനും അവർക്ക് അതിനുള്ള ഇൻ്റർവ്യൂ കോൾ വരികയും എല്ലാം പാസ്സാവുകയും ചെയ്തു. അപ്പം ഞാൻ തിരിച്ച് ചെന്നപ്പോൾ എല്ലാവരും പറഞ്ഞു, ചേച്ചി ഞങ്ങളിങ്ങനെ അറ്റൻഡ് ചെയ്തു, എല്ലാവരും സെലക്റ്റഡ് ആയിട്ടുണ്ടെന്ന്. അപ്പോൾ എനിക്ക് ആ സമയത്ത് ഭയങ്കര വിഷമമായോ, ഞാൻ ഇല്ലാതെ പോയല്ലോ, എനിക്ക് ആ അവസരം നഷ്ടപ്പെട്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ ആ സമയത്ത് മാതാവിനോട് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചു. എനിക്കും അവിടെ ആ ഹോസ്പിറ്റലിലേക്ക് ഒരു ജോലി വേണം, അത് നിൻ്റെ കയ്യൊപ്പോട് കൂടിയിട്ട് നീ തന്നതാന്ന് പറയാനായിട്ട് എനിക്കതിനൊരു അടയാളത്തോടു കൂടി എനിക്ക് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനൊരു മെയിൽ ഐ ഡി എനിക്ക് ആരോ തന്നു, അതിൽ സെൻഡ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അതിൽ CV സെൻഡ് ചെയ്തു. എന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആ സമയത്ത് അങ്ങനെ പ്രാർത്ഥിച്ച് ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഞാൻ ഡ്യൂട്ടിയിലായിരിക്കുമ്പോൾ എനിക്ക് ഈ ഹോസ്പിറ്റലിൽ നിന്ന് HRയിൽ നിന്ന് ഒരു കോള് വരെ ഉണ്ടായത്. എന്നോട് പറഞ്ഞു, മൈ നെയിം ഈസ് മറിയം എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു, ഇത് മാതാവ് എനിക്ക് വേണ്ടിയിട്ട് വെച്ചേക്കുന്നതാണ്. മാതാവിനോട് ഞാൻ അടയാളം ചോദിച്ചപ്പോൾ അപ്പോൾ തന്നെ എനിക്ക് എൻ്റെ മൈ നെയിം ഈസ് മറിയം എന്ന് പറഞ്ഞിട്ടൊരു ലേഡി എന്നെ വിളിച്ചത്. അപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഇത് ഞാൻ ഉറപ്പിച്ചത് എനിക്ക് ജോലി കിട്ടും. അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ നിൻ്റെ CV റിസീവ് ചെയ്തിട്ടുണ്ട്, നിനക്ക് ഇൻ്റർവ്യൂവിന് ഓക്കെ ആണെങ്കിൽ ഇമെയിലിൽ കൺഫേം ചെയ്യണം. അങ്ങനെ ഇൻ്റർവ്യൂ നടന്നു. ഇൻ്റർവ്യൂ പാസ്സായി, എനിക്ക് ആ ജോലി കിട്ടി. ആ ജോലിയിലേക്ക് മാതാവിൻ്റെയും യേശുവിൻ്റെയും അനുഗ്രഹത്താൽ എനിക്ക് സെലക്ഷനായി. പിന്നെ അതിൻ്റെ പേപ്പർ വർക്ക്സ് 1 വർഷം ഉണ്ടായിരുന്നു. ഈ ലാസ്റ്റ് ഇയർ ആണ് എനിക്ക് അവിടെ ജോയിൻ ചെയ്യാൻ പറ്റിയത്. അപ്പോൾ എനിക്ക് സത്യത്തിൽ ഇൻ്റർവ്യൂ നടത്തിയത് ഇൻ പേഷ്യൻ്റ് എന്ന് പറഞ്ഞിട്ട്, അതായത് വാർഡ് പേഷ്യൻ്റ് അഡ്മിഷനായിട്ട് കിടക്കുന്ന വാർഡുകൾ, അക്യൂട്ട് കെയറിലേക്കാണ് എനിക്ക് ഇൻ്റർവ്യൂ നടന്നിരുന്നത്. അപ്പോൾ ആ ഹോസ്പിറ്റൽ എന്ന് വെച്ചാൽ 12 hours ഡ്യൂട്ടിയാണ്, ഭയങ്കരമായ ഹെവി ഡ്യൂട്ടിയാണ് അവിടെ നടക്കുന്നത്. എല്ലാവരും പറയും ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഹെവിയാണ്. പക്ഷെ എന്നാലും എല്ലാവരും സാലറിയൊക്കെ ഓക്കെ ആയതുകൊണ്ട് ഒരു വിധത്തിൽ അങ്ങനെ നിന്ന് പോയിരുന്നു. അപ്പം ഞാനും പ്രാർത്ഥിച്ചു, ഈശോയെ, ഞാൻ കുറേ നാളുകളായിട്ട് വർക്ക് ചെയ്യുന്നത് ഔട്ട് പേഷ്യൻ്റ് ഡിപ്പാർട്ട്മെൻറ്റിലാണ്, ഞാൻ എങ്ങനെ ഇൻ പേഷ്യൻറ്റിലേക്ക് പോവും?
മാതാവ് ഇതിനൊരു എന്തെങ്കിലും ഒരു അടയാളം, എന്തെങ്കിലും ഒരു മാറ്റം വരുത്തണം എന്ന് ഞാൻ പ്രാർത്ഥിച്ച് എല്ലാ ദിവസത്തെയും പ്രാർത്ഥന, വൈകിട്ടത്തെ പ്രാർത്ഥനയും രാവിലെ 5:30-യുടെ പ്രാർത്ഥനയിലും ഉടമ്പടി പ്രാർത്ഥനയിലും ഞാൻ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അതുപോലെ തന്നെ അത് മാത്രമല്ല, ഓഫും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നമുക്ക് ഞായറാഴ്ചകളിൽ ഓഫൊന്നും കിട്ടില്ല, വിചാരിക്കുന്ന സമയത്ത് കിട്ടില്ല. അപ്പോൾ എൻ്റെ കുർബാനയുടെ ഇതും മുടങ്ങിപ്പോവും. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ഞായറാഴ്ചകളിൽ കുർബാന കൂടണം, അതിന് മാതാവ് എങ്ങനെയെങ്കിലും ഒരു ഇത് ഉണ്ടാക്കി തരണം, പോകാൻ വഴി എനിക്ക് തരണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ ജോയിൻ ചെയ്യാനായിട്ട് ഓറിയൻറ്റേഷൻ ക്ലാസ്സിന് ചെല്ലുമ്പോൾ എനിക്ക് അവർ അതിന് മുമ്പത്തെ ദിവസമൊക്കെ ID വേണ്ടി ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ID എനിക്ക് തന്നത് ദിസ് ഈസ് യുവർ ID എന്ന് പറഞ്ഞ് തരുമ്പോൾ അതിൽ എഴുതിയിരിക്കുന്നത് ഔട്ട് പേഷ്യൻ്റ് എന്നാണ്. അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച പോലെ തന്നെ എന്നെ ഒരു ഔട്ട് പേഷ്യൻ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് മാതാവ് നയിച്ചത്. അതിൽ യേശോപ്പച്ചനും അമ്മ മാതാവിനും 1000 കോടി നന്ദി പറയുന്നു. അതുകൊണ്ട് എനിക്ക് ഞാൻ ഞായറാഴ്ച ഒരു ദിവസം എനിക്ക് ഓഫ് വേണം, എനിക്ക് പള്ളിയിൽ പോകണമെന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ശനിയും ഞായറുമാണ് എനിക്ക് മാതാവ് തന്ന് അനുഗ്രഹിച്ചത്, ഓഫ് തന്നത്. അപ്പം എനിക്ക് ശനിയും ഞായറും ഓഫാണ്. അതിന് യേശോപ്പച്ചനും അമ്മ മാതാവിനും 1000 കോടി നന്ദി പറയുന്നു. പിന്നെ എനിക്കുണ്ടായ 2 രോഗസൗഖ്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അത് ഞാൻ ഉടമ്പടിയിൽ വെക്കുകയോ മാതാവിനോട് പ്രത്യേകമായിട്ട് നിയോഗത്തിൽ വെക്കുകയോ ചെയ്തിട്ടില്ല. പക്ഷേ എന്താണെന്ന് വെച്ചാൽ എനിക്ക് വയറുവേദന ഇടയ്ക്ക് ഭയങ്കരമായിട്ടുണ്ട്. ഒരു 2 വർഷമായിട്ട് സ്ഥിരമായിട്ട് വയറുവേദന. അതെന്ത് കൊണ്ടാണെന്ന് അറിയില്ല. ചില ഫുഡുകൾ കഴിക്കുമ്പോൾ എന്ത് ഫുഡാണെന്ന് ഇതുവരെ ഒന്നും മനസ്സിലായിട്ടില്ല. ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ ചില സമയത്ത് വാഷ്റൂമിൽ പോകാൻ തോന്നും, ഭയങ്കരമായ വയറുവേദന. ഡ്യൂട്ടിയുടെ സമയത്താണെങ്കിലും കമന്ന് കിടന്ന് ഞാൻ കരഞ്ഞ് വയറുവേദന എനിക്കുണ്ടായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പേടിയായിരുന്നു. ഹോസ്പിറ്റലിൽ പോയി സ്കാൻ ചെയ്തൊക്കെ എന്താണ് പറയുന്നറിയില്ല. അതുകൊണ്ട് ഞാൻ അതിങ്ങനെ വെച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ തൈലം തേച്ച് പ്രാർത്ഥിക്കുമായിരുന്നു സ്ഥിരമായിട്ട്. ഇതെന്താ വയറുവേദന അറിയില്ല മാതാവേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ ഉള്ളിൽ ഹോസ്പിറ്റലിൽ പോവുക എന്നുള്ളൊരു ചിന്ത ഉണ്ടാവുകയുണ്ടായത്. അങ്ങനെ ഞാൻ പോയി ഗ്യാസ്ട്രോ ഡോക്ടറെ കണ്ടു. ഡോക്ടർ സ്കാൻ, ബ്ലഡ് ടെസ്റ്റ്, യൂറിൻ, സ്റ്റൂൾ എല്ലാ ടെസ്റ്റും നടത്തി. ഡോക്ടർ പറഞ്ഞു ഈ ടെസ്റ്റുകളൊന്നും ഒരു കുഴപ്പമില്ല, പക്ഷേ ചിലപ്പോൾ ഇത് ഇറിറ്റബിൾ ബൗൾ സിൻഡ്രോം എന്ന് പറഞ്ഞൊരു കണ്ടീഷനായിരിക്കും. നമ്മൾ സ്ട്രെസ്സോ അല്ലെങ്കിൽ കൂടുതൽ ആങ്സൈറ്റി ഒക്കെ വരുമ്പോൾ വരുന്നതാണ്. അതുകൊണ്ട് നീ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തോ, ആൻറ്റിബയോട്ടിക് 1 വീക്ക്, അത് കഴിഞ്ഞിട്ട് ഒരു ആൻറ്റി ഡിപ്രസൻറ്റ് എന്ന് പറഞ്ഞൊരു മരുന്നും തന്നു, ഇതും കഴിക്കണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഓക്കെ പറഞ്ഞിട്ട് ഡോക്ടറിൻ്റെ റൂമിൽ നിന്ന് പുറത്തിറങ്ങി ഞാൻ വേഗം പ്രിസ്ക്രിപ്ഷൻ എടുത്ത് നോക്കി. ഞാൻ വിചാരിച്ചു ഇതെന്ത് ഇങ്ങനെയൊക്കെ മരുന്ന്, എനിക്കിതിന് അതിൻ്റെ ആവശ്യമൊന്നും എനിക്കില്ല, ഞാനിത് എടുക്കാൻ എന്തായാലും പോണില്ല. മാതാവിൻ്റെ ഉടമ്പടി എടുത്ത ആളാണ് ഞാൻ, മാതാവ് എന്നെ സുഖപ്പെടുത്തുന്ന എനിക്ക് നല്ല ഉറപ്പ് വിശ്വാസം ഉണ്ടായിരുന്നു. അങ്ങനെ അപ്പം തന്നെ ആ പ്രിസ്ക്രിപ്ഷൻ ഡോക്ടറിൻ്റെ റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ അത് 4ആയിട്ട് മടക്കി എൻ്റെ ബാഗിൽ വെച്ചു. ഫാർമസിയിലും പോയില്ല, ആ മെഡിസിനും വാങ്ങിച്ചില്ല. അതിനുശേഷം എനിക്കിങ്ങനെ ഒരു വയറുവേദനയെ വന്നിട്ടില്ല. മാതാവും യേശോപ്പച്ചനും അത് എനിക്ക് സുഖം നൽകി അനുഗ്രഹിച്ചു. പിന്നെ വേറൊരു രോഗസൗഖ്യം എനിക്കുണ്ടായത് ആസ്മയാണ്. എനിക്ക് 2016 തൊട്ടിട്ട് അലർജിക് ആസ്മ ഉണ്ടായിരുന്നു. അത് ഇങ്ങനെ കൂടുതലായപ്പോൾ ഡോക്ടറോട് ഇൻഹേലർ എടുക്കണം, എനിക്ക് മീഡിയം റിസ്ക് ആണ് ആസ്മയ്ക്ക്, മീഡിയം ടു ഹൈ റിസ്ക്, അപ്പോൾ നീ ഇൻഹേലർ എടുത്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് തൊട്ടേ ഞാൻ സ്ഥിരമായിട്ട് ഇൻഹേലർ എടുക്കാൻ തുടങ്ങി. 2 ഇൻഹേലർ എപ്പോഴും എൻ്റെ കയ്യിലുണ്ടാവും, ബാഗിലും ഒരെണ്ണം വീട്ടിലും ഒരെണ്ണം. അപ്പോൾ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ കയ്യിലും വയ്ക്കും, വീട്ടിലും വയ്ക്കും. അപ്പോൾ അത് തീരുമ്പോൾ എക്സ്പയർ ആകുമ്പോഴും ഞാനിങ്ങനെ റീഫിൽ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു 2016 തൊട്ട് 2022 വരെ. അതിനുശേഷം ഉടമ്പടി 2023 വരെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. 2023 വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം അത്ഭുതകരമായിട്ട് എനിക്ക് ആസ്മ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. പണ്ട് ഞാൻ വീട്ടിലൊരു പൊടി അടിക്കുമ്പോഴോ ചൂലെടുക്കുമ്പോഴോ മാസ്ക് ഒക്കെ വെച്ച് ഭയങ്കര സെക്യൂറായിട്ടാണ് ഞാൻ ചെയ്യാറ്. കാരണം എനിക്കിങ്ങനെ അലർജി ഉള്ളതുകൊണ്ട് തുമ്മലും ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. അപ്പം തന്നെ ഭയങ്കരമായിട്ട് അലർജി വരും, രാത്രി കിടന്ന് ഉറങ്ങാൻ പറ്റില്ല, അങ്ങനത്തെ അസുഖങ്ങൾ വരും. പക്ഷെ അതിനുശേഷം ഞാൻ എത്ര പൊടിയിലും എനിക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ വളരെ കൂളായിട്ട് പൊടി വന്നാലെല്ലാം മൂക്കിലൊക്കെ കയറും. പക്ഷേ എനിക്ക് അതിനുശേഷം അമ്മ മാതാവ് അങ്ങനെ ഒരു വലിയൊരു രോഗസൗഖ്യം നൽകി. യേശോപ്പച്ചനും അമ്മ മാതാവും അനുഗ്രഹിച്ചു. ഇൻഹേലർ അതിനുശേഷം ഞാൻ കണ്ടിട്ട് പോലുമില്ല, ഞാൻ വാങ്ങിക്കാറുമില്ല, ആ ഭാഗത്തേക്ക് നോക്കാറും, എനിക്ക് അതിൻ്റെ ഒരു ആവശ്യമേ വന്നിട്ടില്ല. അങ്ങനെ 2 രോഗസൗഖ്യങ്ങളാണ് എനിക്ക് കിട്ടിയത്. പിന്നെ മോളുടെ കാര്യം, ഇതെൻ്റെ മോള് ഞാൻ പറഞ്ഞു. അപ്പോൾ അവൾ കുറച്ച് ക്ലാസ്സിലൊക്കെ ഒരു പഠിക്കുന്ന കാര്യത്തിലൊക്കെ ഒരു ശ്രദ്ധക്കുറവും കോൺസെൻട്രേഷനൊക്കെ കുറയുമ്പോൾ ഞങ്ങൾ വിഷമിച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഞാനിങ്ങനെ ഒരു ദിവസം പ്രാർത്ഥിച്ചുകൊണ്ട് അച്ഛൻ ഉടമ്പടിയുടെ സമയത്ത് ധ്യാനത്തിൻ്റെ സമയത്ത് പറയുമ്പോൾ ഞാനിങ്ങനെ ഓർത്തു, എൻ്റെ മോളെ
വിഷമിച്ച് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു. അവൾക്കും ഇങ്ങനെ ഒരു ശ്രദ്ധ കുറവിൻ്റെ കാര്യങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ അപ്പോൾ അവൾ സ്കൂളിലായിരുന്നു. അപ്പോൾ അച്ഛൻ അന്നത്തെ ധ്യാനത്തിൽ പറഞ്ഞത് ഇങ്ങനെ പറഞ്ഞു, ഒരു സ്കൂൾ കുട്ടിയെ കാണിച്ചു തരുന്നുണ്ട് മനസ്സിൽ. സ്കൂളിൽ കുട്ടി സ്കൂൾ യൂണിഫോം ഇട്ടിട്ടുണ്ട്, വൈറ്റ് ഷൂ ഇട്ടൊരു കുട്ടി എന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് അവൾ കറക്റ്റ് വൈറ്റ് ഷൂ ഇട്ടിട്ടാണ് സ്കൂളിൽ പോയത്. ബ്ലാക്ക് 2 ഷൂ ഉണ്ട്, പക്ഷെ അന്ന് കറക്റ്റായിട്ട് അവൾ ആ വൈറ്റ് ഷൂ ഇട്ടിട്ട് ആ സമയത്ത് സ്കൂളിലായിരുന്നു. അപ്പം തന്നെ എനിക്ക് മനസ്സിലായി മാതാവും യേശുപ്പയും എൻ്റെ മോളിൽ ബ്ലെസ് ചെയ്തു എന്ന് മനസ്സിലായി. അതിനുശേഷം അവളിൽ ഒരുപാടങ്ങൾ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനെപ്പറ്റി അവൾ ഒന്ന് പറയുന്നതായിരിക്കും. ഹായ്, എൻ്റെ നെയിം ജൊഹാന. ഞാനൊരു I'm giving a testimony that I have witnessed in my life. That the first one is whenever I have sickness or any health problems, I tell my parents to give me the Mother Mary's holy oil and holy salt. And when I eat it, I say the I believe prayer. After saying the I believe prayer, the Mother Mary immediately cures my sickness. That is my first testimony. The second one is I had in my behavior, I have been very like greedy and like that. So then I prayed to Mother Mary that my behavior should be changed, and then she immediately changed my behavior, and I prayed to Jesus, and now I'm good. Thank you, Mother Mary, for blessing me and Jesus. യേശുവേ നന്ദി, യേശു സ്തോത്രം. എൻ്റെ പേര് ഇമ്മാനുവൽ. ആദ്യമായിട്ട് പറയാനുള്ളത്, എനിക്ക് ഒരുപാട് വർഷങ്ങളായി 15 വർഷമായിട്ട് കാലിനൊരു ഓപ്പറേഷൻ സർജറി കഴിഞ്ഞതാണ്. അപ്പോൾ അത് നമുക്ക് റീപ്ലേസ്മെൻറ്റ് പറഞ്ഞാണ് എൻ്റെ ഹിപ്പിന്. അന്നോട്ട് പ്രയറൊക്കെ ഉണ്ട്, എന്നാലും നമുക്ക് അങ്ങനെ ചില സമയങ്ങളിലെല്ലാം നല്ല പെയിൻ വരും. അപ്പോൾ ഈ വൈഫ് ഉടമ്പടി എടുത്തതിന് ശേഷം ഒരു 8 months കഴിഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് ഒരു ദിവസം ഫീൽ ചെയ്തത്, ഞാൻ എവിടെ ഇരുന്ന് എനിറ്റാലും ഹിപ്പ് ജോയിൻറ്റ് തെറ്റിപ്പോവും. പിന്നെ അതേപോലെ വാഷ്റൂമിൽ നമ്മൾ ഇരുന്നാലും തന്നെ എണിക്കാൻ പറ്റില്ല നമുക്ക്. അതേപോലത്തെ ഒരു കണ്ടീഷനായിരുന്നു എനിക്ക് ഒരു ദിവസം. അങ്ങനെ നമുക്ക് പുറത്തിരിക്കുമ്പോഴെല്ലാം മക്കളുടെ സഹായമൊക്കെ എടുക്കാൻ പറ്റും, വാഷ്റൂമിൻ്റെ അകത്തൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് പറ്റില്ലല്ലോ. അങ്ങനെ അന്ന് ഞാൻ വൈഫിനോട് അത് പറഞ്ഞില്ല. 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, ഉടമ്പടി തൈലമെടുത്ത് പുരട്ടി വിശ്വാസ പ്രമാണം എത്തിച്ചു. ഞാൻ അമ്മ മാതാവിനോട് പറഞ്ഞു, എനിക്കിത് മാറ്റി തന്നെ, എനിക്കിത് പറ്റുന്നില്ല. ഒരു 2 ആഴ്ച മാത്രം എനിക്ക് സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നുള്ളൂ. അതിന് ശേഷം എനിക്ക് ആ ഫീലിങ്ങേ ഇല്ല. ഇപ്പോൾ എവിടെ ഇരുന്ന് എനിക്കാലും ഒരു കുഴപ്പമില്ല, വാഷ്റൂമിൽ ഇരുന്ന് എനിക്കാനും എനിക്ക് ഒരു പ്രോബ്ലം ഇല്ല. ആ ഒരു തെറ്റൽ, ഹിപ്പ് തെറ്റാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം. നമ്മൾ ഇരുന്നിങ്ങനെ എനിക്കുമ്പോൾ ജോയിൻ്റ് ഇങ്ങനെ സ്റ്റിഫായി പോകും, പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. അത് ഏറ്റവും വലിയൊരു അത്ഭുതമായിട്ട് ഞാൻ കാണുന്നു. വൈഫ് ഉടമ്പടി എടുത്ത കാരണം കൊണ്ട് നമ്മളിപ്പോൾ ഉടമ്പടി തൈലവും ഉപ്പും എല്ലാം നമ്മൾ എപ്പോഴും യൂസ് ചെയ്യും. കൊച്ചിന് തന്നെ എന്തെങ്കിലും അസുഖം വന്നാലും ഞാൻ ഫസ്റ്റ് തന്നെ ഉപ്പ് കൊടുത്തിട്ട് വിശ്വാസ പ്രമാണം എത്തിക്കാൻ പറയും. ഐ ബിലീവ് എത്തിക്കും മോള്, അത് എത്തിച്ച് കഴിഞ്ഞാൽ അവൾ ഓക്കെയാണ്. അതേപോലെ വലിയൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 13 വർഷമായി അവിടെ. അപ്പോൾ ലൈസൻസ് UAE എടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി ടഫാണ്. നമുക്കിപ്പോൾ ഒരുപാട് പൈസ ചിലവൊക്കെ ഉള്ളതാണ് അതിൽ. അപ്പോൾ ഞാനതിന് തുനിയാറില്ല. പിന്നെ പുള്ളിക്കാരത്തിൻ്റെ ഒരു ആഗ്രഹപ്രകാരം നമ്മളതിലോട്ട് ഇറങ്ങി. അതും ഒരു വലിയൊരു മിറാക്കിളാണ്. കാരണം തിയറി ഞാൻ ഒരു വട്ടം ഫെയിലായി. അപ്പോൾ അതിന് നിസ്സാര എമൗണ്ട് നമുക്ക് സെക്കൻഡ് ടൈം എടുക്കേണ്ടി വരുള്ളൂ. അപ്പോൾ അന്ന് പോകുമ്പോൾ മമ്മി എന്നോട് പറഞ്ഞിരുന്നു, വിശ്വാസപ്രമാണം എത്തിക്കുക, ഉപ്പ് കൊണ്ടുപോവുക, തൈലം പുരട്ടുക. എമിറേറ്റ് സൈഡിൽ തൈലം പുരട്ടിയിട്ടാണ് ഞാൻ പോയത്. തിയറി ഞാൻ ഫെയിലായി, എന്നാലും ആ വിശ്വാസം ഞാൻ കൈവെടിഞ്ഞില്ല. രണ്ടാമത് തിയറി എഴുതി പാസ്സായി. അത് കഴിഞ്ഞിട്ട് ഞാൻ ടെസ്റ്റിന് പോയപ്പോൾ ഉണ്ടായ അത്ഭുതം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളിരുന്ന ബസ്സിൽ നിന്ന് കുറച്ച് പേരെ മാറ്റിയിട്ട് ഞാൻ ആ ബസ്സിൽ തന്നെ ആയിരുന്നു. അവരെനിക്ക് തന്നൊരു ലേഡി, ഒരു അറബി ലേഡി ആയിരുന്നു. അപ്പോൾ തന്നെ അന്നും ഞാൻ ഇതേ പ്രൊസീജിയർ തന്നെ ചെയ്തത്, ഉപ്പും തൈലവും പുരട്ടിയാണ് പോയത്. മാതാവ് വന്ന പോലെയാണ് എനിക്ക് അവിടെ തോന്നിയത്. കാരണം ഒരു ലേഡി ജെൻസിന് വരാറില്ല, അങ്ങനെ സ്വതവേ അങ്ങനെ കേട്ടിട്ടില്ല. അങ്ങനെ ഞങ്ങൾ കുറച്ച് പേർക്ക് വേണ്ടിയിട്ട് ഒരു ലേഡി ആയിരുന്നു അവിടെ ടെസ്റ്റിന് വന്നത്. ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എൻ്റെ തെറ്റി. സെക്കൻഡ് അറ്റംപ്റ്റിലും പുള്ളിക്കാരി ചോദിച്ചു, ഡിഡ് യു ചെക്ക് ദ മിറർ? ഞാൻ പറഞ്ഞു ചെക്ക് ചെയ്തെന്ന് പറഞ്ഞു, ബട്ട് ഞാൻ ചെക്ക് ചെയ്തില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു തെറ്റ് മിസ്റ്റേക്ക് വന്നെങ്കിലും മാതാവ് അത്ഭുതകരമായിട്ട് എനിക്ക് ആ ലൈസൻസ് കിട്ടാനായിട്ട്
എനിക്ക് അനുഗ്രഹിച്ചു, ലൈസൻസ് ലഭ്യമായി. അതൊരു വലിയൊരു അത്ഭുതമാണ്. ഞാൻ കാണുന്നു മാതാവ് വന്ന് തന്നെ ഹെൽപ്പ് ചെയ്ത പോലെ തന്നെ എനിക്ക് തോന്നിയത്. അതുപോലെ ഇപ്പോൾ UAE റെൻറ്റ് വളരെ കൂട്ടിയിരുന്നു. അപ്പോൾ അതിൽ ഞങ്ങൾ ഇപ്പോൾ കുറച്ച് നാളായിട്ട് സ്ട്രഗിൾസ് ആയിരുന്നു. പക്ഷേ ഞാൻ അന്ന് പോകുമ്പോഴും മാതാവിൻ്റെ ഉപ്പെടുത്ത് എൻ്റെ പോക്കറ്റിലിട്ടിട്ട് ഞാൻ പോയത്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ എത്ര പറഞ്ഞുള്ളൂ, എനിക്ക് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും സംസാരിക്കാൻ ഒരു ഇടവരുത്തരുത് മാതാവേ എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി. കാരണം നമുക്ക് അത്രയും എമൗണ്ട് എടുക്കാനില്ല. എല്ലാവർക്കും 5% കൂട്ടുന്നു, ചിലവർക്ക് സഡനായിട്ട് സ്ട്രേറ്റ് 15,000 കൂട്ടണേ. ഞാനിത് പ്രാർത്ഥിച്ചു പോയി. അവിടെ ചെന്നു കയറി ടോക്കൺ എടുത്ത് ചെന്നിരിക്കുമ്പോൾ പുള്ളി ഒന്നും ചോദിച്ചില്ല, എന്നോട് ഫ്ലാറ്റ് നമ്പർ ചോദിച്ചു. ഞാൻ പറഞ്ഞു പഴയ റെൻ്റ് ഏതാണോ ആ റെൻറ്റിൽ തന്നെ എനിക്ക് പുതുക്കി തന്നു. അത് വലിയൊരു അത്ഭുതമാണ്. അതേപോലെ ഒരുപാട് അത്ഭുതങ്ങൾ മാതാവിൻ്റെ കൃപയാൽ ഞങ്ങൾക്ക് വീട്ടിലോട്ട് ലഭിച്ചിട്ടുണ്ട്. പിന്നെ വണ്ടി എടുത്തത് തന്നെ ഞങ്ങൾ, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവരൊക്കെ എല്ലാവരും അവിടെ മന്ത്ലി എല്ലാവരും മാറി മാറി മാതാവിൻ്റെ രൂപം കാറിൽ കൊണ്ടുപോയിട്ട് ഞങ്ങളെല്ലാവരും കൊന്തെത്തിക്കും. അതവിടെ ഒരു സെല്ലിൽ നടക്കുന്നതാണ്. സെല്ല് മീൻസ് നമ്മുടെ ഇവിടെ കുടുംബ യൂണിറ്റ് പോലെ. അപ്പോൾ എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു വണ്ടി എടുക്കുമ്പോൾ മാതാവിൻ്റെ രൂപം ക്യാരി ചെയ്ത് കൊന്തെത്തിച്ച് പോകണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് വണ്ടി എടുക്കുമ്പോഴും ഭയങ്കര കൺഫ്യൂഷനായിരുന്നു, ഏത് കളർ എടുക്കണം, ഏത് വണ്ടി എടുക്കണം, എന്ത് എടുക്കണം എന്നുള്ളൊരു ഇതിലായിരുന്നു. ഞാൻ തന്നെ ഒരുപാട് പ്ലാൻ ചെയ്യുന്ന ആളാണ്. പക്ഷേ അതിൽ മാതാവ് ഇടപെട്ടു. ഗ്രീൻ കളർ വണ്ടി, മാതാവിൻ്റെ തിരിയുടെ കളർ വണ്ടി കിട്ടി. അതുമല്ല, അപ്പോൾ തന്നെ നേഴ്സസ് മിനിസ്ട്രിയുടെ ഇവരുടെ ഗ്രൂപ്പിൽ നിന്ന് ചോദിച്ചു മാതാവിൻ്റെ രൂപം കൊണ്ടുപോകാൻ നെക്സ്റ്റ് ഡേ നിങ്ങൾക്ക് പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ വണ്ടി എടുത്ത് 3 days കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് 1 വീക്കിനുള്ളിലാണ് സാറ്റർഡേ അവർ പറഞ്ഞു ഇങ്ങനെ വീട്ടിൽ വയ്ക്കാൻ പറ്റുമോ. അപ്പോൾ തന്നെ ഒരു അത്ഭുതം തന്നെയായിട്ട് ഫീൽ ചെയ്തത്. നേരെ അതിനൊന്നും മടി കാണിച്ചില്ല, അതിന് നമ്മൾ പറയുക ചെയ്ത് എസ് പറഞ്ഞു. വീട്ടിൽ വന്നു, മാതാവിനെ വീട്ടിൽ വെച്ച് പ്രാർത്ഥിക്കാൻ ഒരു ദിവസം നമുക്ക് അനുഗ്രഹം ലഭിച്ചു. അമ്മ മാതാവിന് 1000 നന്ദി പറയുന്നു. കാരുണ്യ പ്രവൃത്തികളായിട്ട് ചെയ്തത്, ഞാനിപ്പോൾ ഇവിടെ ഉടമ്പടിയുടെ ഇത് കാണുമ്പോൾ എല്ലാവരും പറയുന്നത് കാരുണ്യ പ്രവൃത്തികളിൽ മെയിനായിട്ട് പൊതിച്ചോറ് ഉണ്ടാക്കി കൊടുക്കുക, ഫുഡ്, അതൊക്കെയാണ്. പക്ഷേ അവിടെ UAE കുറച്ച് ലിമിറ്റേഷൻസ് നമുക്ക് അതിലുള്ളതുകൊണ്ട് എനിക്കും ഇതുപോലെ തന്നെ ഫുഡ് കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ആർക്ക് കൊടുക്കുക, അങ്ങനെ ഒരു കൺഫ്യൂഷനായിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്നത്, അവിടെ ഈ മുനിസിപ്പാലിറ്റി ക്ലീനിങ്ങിൻ്റെ കുറേ ബോയ്സ് ഉണ്ട്. അപ്പോൾ ഓരോ കിലോമീറ്ററിലും ഓരോ ബോയ്സിനെ അവർ അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട് ക്ലീനിങ് ചെയ്യാനായിട്ട്. അപ്പോൾ എൻ്റെ മനസ്സിൽ അവരെയാണ് വന്നത്. അപ്പോൾ ഞാൻ ഓർത്ത് ഓക്കെ എന്നാൽ അവർക്ക് കൊടുക്കാമെന്ന് വെച്ചിട്ട് ഞാൻ ആദ്യമായിട്ട് ഇത് ചെയ്യുമ്പോൾ ജൂലൈ മാസമാണ് അത്. ആ സമയത്ത് ഒരു 48-49 ഡിഗ്രീസ് ചൂടുള്ള സമയം. അന്നാണ് ഞാൻ ഈ ഫുഡിൻ്റെ പാക്കറ്റ് 5 പാക്കറ്റ് വാങ്ങിച്ച് ഞാൻ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഇവരെ കണ്ടിട്ട് വേണം കൊടുക്കാൻ, കണ്ടുപിടിക്കണം നമ്മൾ. അപ്പോൾ ഓരോ കിലോമീറ്ററും നടന്നു കഴിയുമ്പോൾ ഒരാളെ കിട്ടും, പിന്നെ അടുത്ത കിലോമീറ്റർ നടക്കുമ്പോൾ ഒരാളെ കിട്ടും. അങ്ങനെ ചിലപ്പോൾ നമ്മൾ 2 കിലോമീറ്റർ നടന്നാലും ചിലപ്പോൾ ആ ആൾ അവിടെ ഉണ്ടാവണമെന്നില്ല. പക്ഷേ ആദ്യം ഞാനിങ്ങനെ ആ സമയത്ത് ആദ്യത്തെ പ്രാവശ്യം ഞാൻ നടക്കുമ്പോൾ ഞാൻ ഏകദേശം 6 കിലോമീറ്റർ 7 കിലോമീറ്റർ നടന്നിട്ടും എനിക്ക് ആരെയും കാണാൻ പറ്റിയില്ല ഈ ക്ലീനിങ്ങിന്, കാരണം ചൂട്. അപ്പം ഞാൻ അന്വേഷിച്ചു. ഞാനപ്പോൾ എൻ്റെ അവിടെ ഫ്ലാറ്റിൽ വന്ന് ചോദിച്ചു, ഈ ചേട്ടാ ഇവിടുത്തെ ആൾക്കാരൊന്നും കാണുന്നില്ല, എന്തെന്ന് വെച്ച് പറഞ്ഞു അതറിയില്ല, ഇപ്പം ചൂട് കൂടുതൽ കാരണം അവരുടെ ടൈം ഷിഫ്റ്റ് ചെയ്തു, ഈവനിങ്ങിൽ അവർ ഷിഫ്റ്റ് വരുന്നു. അപ്പം എനിക്കിത് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്, ഞാനവിടെ 13 വർഷമായിട്ട് ഉള്ളതാണ്. ഞാൻ പറഞ്ഞു ശരിയാണല്ലോ, എനിക്ക് അറിയാവുന്ന കാര്യം. പക്ഷേ ഞാൻ മറന്നുപോയി. പക്ഷേ അത്രയും ദൂരം വിശ്വാസപ്രമാണം എത്തിച്ച് ഇങ്ങനെ അന്വേഷിച്ച് നടന്നു. പക്ഷേ എനിക്ക് ആരെയും കിട്ടിയില്ല. ഞാൻ തിരിച്ച് റൂമിൽ വന്നിരുന്നു. എന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് ചൂടിൻ്റെ ഇത് കുറഞ്ഞപ്പോൾ പിന്നെ ഞാൻ പോയി ഇതുപോലെ 6 കിലോമീറ്റർ 7 കിലോമീറ്റർ പിന്നെയും ഞാൻ നടന്നു പോയി. അപ്പോഴും ഞാൻ ഫാസ്റ്റിങ്ങിൽ ഇരിക്കുകയാണ്. അങ്ങനെ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ അങ്ങനെയാണ് ഇവരെ കണ്ടെത്തി ഫുഡുകളൊക്കെ എനിക്ക് കൊടുക്കാൻ പറ്റി. പിന്നെ അത് ഞങ്ങൾ എല്ലാ ആഴ്ചയിലും അങ്ങനെ ചെയ്യാൻ തുടങ്ങി. അത് മാത്രമല്ല, മറ്റ് ഇങ്ങനെയുള്ളവരല്ല, അല്ലാതെ നമുക്കവിടെ വിഷമിച്ചിരിക്കുന്നവർ, ചിലപ്പോൾ ആൾക്കാർ വെള്ളം കിട്ടാതെ ഇരിക്കുന്നവർ, ചൂടിൻ്റെ സമയത്ത് വേർത്തൊലിച്ച് പണിയെടുക്കുന്നവർ, അവർക്കൊക്കെ ഞങ്ങൾ സ്നാക്സും വെള്ളവും ഒക്കെ വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. അതുപോലെ നാട്ടിലാണെങ്കിലും മമ്മി ഇവിടെ ഒരു ഓർഫനേജിൽ എല്ലാ മാസവും അവർക്കുള്ള സാധനങ്ങളും ഗ്രോസറി പർച്ചേസിങ്ങിനൊക്കെ ഉള്ള പൈസ കൊടുക്കാറുണ്ട്. അവർക്ക് ഫുഡിനുള്ള ഇതും പൈസയും കൊടുക്കാറുണ്ട്. പിന്നെ ഞാൻ ഇവിടുന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ പ്രേക്ഷിത വേല എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് ഓർത്തപ്പോൾ എനിക്ക് തോന്നി ഒരു കൃപാസനം ഗ്രൂപ്പ് ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനൊരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു.
എനിക്കറിയാവുന്ന കുറേ പേര് ആഡ് ചെയ്തു. പിന്നെ കൃപാസനത്തെക്കുറിച്ച് അറിയാത്തവരെയും എല്ലാവരെയും കുറച്ച് പേരെ ആഡ് ചെയ്തിട്ട്, ഒരു 10-20 പേരെ ആഡ് ചെയ്തിട്ട് ഡെയിലി അവർക്ക് സാക്ഷ്യങ്ങളും ഇവിടുത്തെ ഉടമ്പടി പ്രയറും ഞാൻ അതിൽ സെൻഡ് ചെയ്ത് കൊടുക്കുമായിരുന്നു. അതുപോലെ സ്ഥിരം സ്റ്റാറ്റസിൽ ഇടുമായിരുന്നു. പിന്നെ ഞങ്ങൾ ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇവിടെ അഖണ്ഡ ജപമാല നടക്കുമ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഞങ്ങൾക്കും അതുപോലെ ചെയ്യണമെന്ന്. അങ്ങനെ ഈ വർഷം ഈ 2025 ഒക്ടോബറിൽ ഇവിടെ അഖണ്ഡ ജപമാല നടത്തുന്ന സമയത്ത് അവിടെ ആ ശനിയാഴ്ച അന്ന് ഞാനും ഹസ്ബൻഡും മോളും ഞങ്ങൾ രാവിലെ ഞങ്ങളും ഇതുപോലെ ജപമാല എത്തിച്ച് ഞങ്ങളുടെ അവിടെ ഇടവക പള്ളി വരെ നടന്നു പോയി. അതായത് ഏകദേശം ഒരു 6 കിലോമീറ്ററോളം ഉണ്ട് നടക്കാൻ. അത്യാവശ്യം നല്ല ചൂടുള്ള സമയം തന്നെയായിരുന്നു. ഞങ്ങൾ നടന്ന് പോയി 8 ജപമാല എത്തിച്ച് മാതാവിന് സമർപ്പിച്ച് ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ കുർബാനയുടെ സമയമൊന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ആ സമയത്ത് മലയാളമൊന്നുമില്ല. അപ്പോൾ അവിടെ ഒരു കുർബാന ഉണ്ടായിരുന്നു. അത് ഇറ്റാലിയൻ കുർബാനയായിരുന്നു. ആ സമയത്ത് ആ കുർബാന അറ്റൻഡ് ചെയ്ത് കുർബാനയും സ്വീകരിച്ചിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നത്. ആ സമയത്തെന്ന് പറഞ്ഞാൽ ഹസ്ബൻഡിന് അത്രയും ദൂരം കാലിന് ചെറിയ പ്രോബ്ലം ഉള്ളതുകൊണ്ട് അത്രയും ദൂരം ഒന്നും നടക്കാൻ പറ്റില്ല. കുറച്ച് നടക്കുമ്പോഴത്തേനും കാലിൻ്റെ ഹിപ്പിന് ഒരു ബുദ്ധിമുട്ട് വരും. പക്ഷെ അന്ന് അത്രയും കിലോമീറ്ററുകളോളം ആ ചൂടത്ത് നടന്നിട്ടും യാതൊരു കുഴപ്പമില്ലാതെ, ഈവൻ ഞാൻ ക്ഷീണിച്ചെങ്കിലും ഹസ്ബൻഡിന് കാലിന് ഒരു കുഴപ്പമില്ലാതെ അമ്മ മാതാവും യേശോപ്പച്ചനും ഞങ്ങൾ ആ അഖണ്ഡ ജപമാല റാലി ഞങ്ങൾ 3 പേരും ചേർന്നിട്ടാണെങ്കിലും അത് നടത്താനായിട്ട് സക്സസ്ഫുള്ളി അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സഹായിച്ചു. അതുപോലെ തന്നെ ഞങ്ങൾ ഇവിടുത്തെ കുടുംബ യൂണിറ്റ് പോലെ അവിടെ കുറേ യൂണിറ്റുകളുണ്ട് ഞങ്ങളുടെ പള്ളിയിൽ. പക്ഷെ ഞങ്ങൾ ഇതുവരെ ഒന്നിലും ജോയിൻ ചെയ്തിട്ടില്ലായിരുന്നു. ഇപ്പോൾ ഈ കുറച്ച് 6 മാസത്തിന് മുമ്പ് ഒരു ചേച്ചി വന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ചെല്ലുമ്പോൾ അത് മാതാവിൻ്റെ നാമധേയത്തിലുള്ള ഗ്രൂപ്പാണ്, സെല്ലാണ്. അത് റോസ മിസ്റ്റിക്ക മാതാവ് എന്നാണ് ആ ഗ്രൂപ്പിൻ്റെ പേര്. അവിടെ മറ്റ് സെല്ലുകൾക്കൊക്കെ പല പേരുകളാണെങ്കിലും ആകെ ഒരെണ്ണയുള്ളൂ മാതാവിൻ്റെ ഗ്രൂപ്പ്, മാതാവിൻ്റെ നാമധേയത്തിലുള്ള യൂണിറ്റ്. ആ യൂണിറ്റിൽ ഞങ്ങൾ ഇപ്പോൾ ചേരുകയും അതുപോലെ തന്നെ അവിടുത്തെ എല്ലാ പ്രയറുകളും എല്ലാ ആഴ്ചയിലും അവിടെ പ്രയറും ആരാധനയും എല്ലാം ഉണ്ട്. അതിലൊക്കെ ഇപ്പോൾ അതുകൊണ്ട് ആത്മീയമായിട്ട് ഞങ്ങൾക്ക് കൂടുതൽ വളർച്ച ഉണ്ടാവുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ അച്ഛൻ എപ്പോഴും പറയും, നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ കൂടാതെ എന്താണ് നിങ്ങൾ വിശേഷവിധിയായി നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് അച്ഛൻ എപ്പോഴും പറയും. അപ്പം ഞാനിത് കേൾക്കാറുണ്ടെങ്കിലും എന്താ ചെയ്യാൻ പറ്റുക എന്നിങ്ങനെ ആലോചിക്കും. അങ്ങനെ എനിക്ക് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു ഐഡിയ കിട്ടിയത്, ഞാൻ ഓർത്തു ഒരു കൊന്ത ചെല്ലാമെന്ന് ഓർത്തു. എല്ലാവരും നമ്മൾ എല്ലാ ദിവസവും ഒരുപാട് കൊന്തകൾ ചെല്ലുന്നുണ്ട്. അപ്പം ഞാൻ ഓർത്തു ഒരു സ്പെഷ്യലായിട്ടൊരു കൊന്ത ചെല്ലാമെന്നാണ് ഞാൻ വിചാരിച്ചത്. അങ്ങനെ ഞാൻ കുടുംബ പ്രാർത്ഥന എല്ലാം കഴിഞ്ഞ് രാത്രി ഞാൻ എൻ്റെതായ ഒരു കൊന്ത ചെല്ലാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ കൊന്തയിൽ ഓരോ രഹസ്യങ്ങളിലും ഓരോരോ കാര്യങ്ങൾ, അതായത് എൻ്റേതല്ല നമ്മുടെ എല്ലാത്ത ഒരു കാര്യങ്ങളാണ് വയ്ക്കുന്നത്. അതായത് ആദ്യത്തെ രഹസ്യത്തിൽ ഞാൻ കൃപാസനത്തിൽ അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണം എത്രയും പെട്ടെന്ന് സഭ അംഗീകരിക്കാൻ വേണ്ടിയാണ് ആദ്യത്തെ നിയോഗം. രണ്ടാമത്തെ നിയോഗം ഞാൻ വയ്ക്കാറ് ഇവിടുത്തെ എല്ലാവരെയും ഞാൻ ഓരോരുത്തരെയും പേര് പറഞ്ഞാണ് മുഖം അവരുടെ മനസ്സിൽ കണ്ടിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ജോസഫ് അച്ഛനെയും അലക്സ് അച്ഛൻ, പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ സിസ്റ്റേഴ്സ്, ജോമോൾ സിസ്റ്റർ, പിന്നെ പാട്ട് പാടുന്ന ചേച്ചിയും ചേട്ടന്മാരും, പിന്നെ ചേച്ചിയും ചേട്ടനും, വിജയകുമാർ സാറ്, പിന്നെ മറ്റ് ഇവിടുത്തെ സെക്യൂരിറ്റി ആയിട്ടുള്ളവർ, കൗണ്ടറിലിരിക്കുന്നവർ, ക്ലാസ് എടുക്കുന്ന ബ്രദേഴ്സ് സിസ്റ്റേഴ്സ്, ഇവരെല്ലാവരെയും എല്ലാ ദിവസവും ഞാൻ രണ്ടാമത്തെ രഹസ്യത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. മൂന്നാമത്തെ രഹസ്യം ഞാൻ പ്രാർത്ഥിക്കുന്നത്, കൃപാസനത്തിൽ വരാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് മക്കൾ, അവർക്ക് സാമ്പത്തിക പ്രശ്നം അല്ലെങ്കിൽ വീട്ടിൽ ഉള്ള ബുദ്ധിമുട്ട്, അവർ വിടാത്ത അങ്ങനത്തെ ചില ഫാമിലീസ് ഉണ്ട്. അവരെല്ലാവരും എത്രയും പെട്ടെന്ന് അമ്മമാതാവിൻ്റെ ഈ മണ്ണിൽ വന്ന് വരണമെന്നും അവരുടെ പ്രാർത്ഥനകളും നിയോഗങ്ങളും അമ്മമാതാവ് യേശോപ്പച്ചനും നടത്തി കൊടുത്ത് അവരെ വലിയൊരു സാക്ഷിയായി ആൾത്താരയിൽ നിർത്തണമെന്നാണ് ഞാൻ പ്രാർത്ഥിക്കാറ്. നാലാമത്തെ രഹസ്യത്തിൽ ഞാൻ എത്തിക്കാറ്, കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത, ഓൺലൈനോ തീർത്ഥാട ഉടമ്പടി എടുത്ത എല്ലാ മക്കളുടെയും നിയോഗങ്ങൾ, പ്രത്യേക ക്രിട്ടിക്കലായിട്ടുള്ള നിയോഗങ്ങൾ, വിവിധ അസുഖങ്ങൾക്ക് ട്രീറ്റ്മെൻ്റ് ഒന്നുമില്ല, ഇനി വേറൊരു ആശ്രയമില്ലാത്ത രീതിയിലുള്ള അസുഖങ്ങൾ, അതുപോലെ തന്നെ അസുഖങ്ങൾ, അതുപോലെ ജപ്തി നടപടികൾ നേരിടുന്നവർ,
മക്കളില്ലാത്ത, വിവാഹം നടക്കാത്തവർ, ഇങ്ങനെയുള്ള വളരെ ക്രിട്ടിക്കലായിട്ടുള്ള നിയോഗങ്ങൾ വെച്ചിട്ടുള്ള എല്ലാവരെയും ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഞാൻ പറയുന്നത് അവരൊക്കെ കൃപാസനത്തിൽ നമ്മുടെ ഈ പള്ളിയുടെ അകത്ത് അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ മൂലയിലിരുന്ന് കരഞ്ഞ് അവരുടെ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അവരെല്ലാവരെയും അമ്മ മാതാവ് നോക്കണം. യേശുപ്പച്ചൻ്റെ അടുത്തുനിന്ന് അവരുടെ നിയോഗങ്ങളെല്ലാം അമ്മ സാധിച്ചു കൊടുത്ത് അവരെ ഒരു വലിയ സാക്ഷികളാക്കി മാറ്റണമെന്നാണ് ഞാൻ 4ാമത്തെ രഹസ്യത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാറ്. 5ാമത്തേൽ ഞാൻ പ്രാർത്ഥിക്കുന്നത് ഇവിടെ ഉടമ്പടി എടുത്ത് പോയവർ, അവർ തിരിച്ചു വരാത്തവർ, അതായത് പുതുക്കാത്തവരും അതുപോലെ ഉടമ്പടിയിൽ പറയുന്ന നിയോഗങ്ങളൊന്നും കൃത്യമായി ചെയ്യാൻ പറ്റാത്തവർ, പലവിധ കാരണങ്ങൾ, അവരെല്ലാവരും എത്രയും പെട്ടെന്ന് നിയോഗങ്ങൾ നിബന്ധനകൾ ചെയ്യാനും ഉടമ്പടി വന്ന് പുതുക്കി വലിയൊരു പുതിയൊരു ഉടമ്പടി ജീവിതത്തിലേക്ക് അവർ തിരിച്ചു വരണമെന്നാണ് ഞാൻ ആഗ്രഹിച്ച് യേശുപ്പച്ചനോടും അമ്മമാതാവിനോട് പ്രാർത്ഥിച്ച് അവരിവിടെ വന്ന് വലിയ സാക്ഷ്യങ്ങൾ പറഞ്ഞ് അമ്മമാതാവിനെയും യേശുവിനെയും മഹത്വപ്പെടുത്തണമെന്നാണ് ഞാൻ പ്രാർത്ഥിക്കാറ്. ഇതൊക്കെയാണ് ഞാൻ ചെയ്യാറുള്ള പ്രേക്ഷിത വേലയും കാരുണ്യപ്രവൃത്തികളും. ഇത്രയും അനുഗ്രഹങ്ങളും എല്ലാം തന്ന യേശോയ്ക്കും അമ്മമാതാവിനും 1000 കോടി നന്ദി പറയുന്നു. ഈ അൾത്താരയിൽ വന്ന് ഇങ്ങനെ നിൽക്കണമെന്ന് സ്വപ്നത്തിലാണ് എപ്പോഴും ഞാൻ വിചാരിക്കാറ്. പക്ഷെ അതിങ്ങനെ വന്ന് നിൽക്കാൻ പറ്റുന്നത് ഞാൻ ഒരു മനസ്സിൽ പോലും വിചാരിച്ചതല്ല. പക്ഷെ അത് വന്ന് നിൽക്കാൻ എല്ലാത്തിനും സഹായിച്ച അമ്മമാതാവിനും യേശുപ്പച്ചനും 1000 കോടി നന്ദി പറഞ്ഞ് ഞാൻ എൻ്റെ സാക്ഷ്യം സമർപ്പിക്കുന്നു. വിശുദ്ധ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 6ഉം 7ഉം തിരുവചനങ്ങൾ. ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട, പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവൻ. അപ്പോൾ നമ്മുടെ എല്ലാ ധാരണയെയും അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശു ക്രിസ്തുവിൽ കാത്തുകൊള്ളും. രേഷ്മയും ഇമ്മാനുവേലും അവരുടെ കുടുംബത്തിലുണ്ടായ വലിയ വലിയ അത്ഭുതങ്ങളെക്കുറിച്ചുള്ള ഒരു പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് നമ്മോടിവിടെ ഏറ്റുപറഞ്ഞത്. ഇവരുടെ ഇമ്മാനുവേലിൻ്റെ അമ്മയ്ക്ക് ലഭിച്ച ഒരു കൃപാസനം പത്രമാണ് ഈ കുടുംബത്തിലേക്ക് ഈ വലിയ ആലയത്തിലേക്ക് പരിശുദ്ധ അമ്മ ഇവരെ ആകർഷിച്ചു കൊണ്ടുവന്നു എന്നുള്ളതിനുള്ള വലിയ സാക്ഷ്യം ഇവർക്ക് നൽകാനായിട്ട് സാധിച്ചത്. പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. പരിശുദ്ധ അമ്മ നമ്മെ കൈപിടിച്ച് നടത്തുന്നത് എപ്പോഴും ഈശോയിലേക്കാണ് പരിശുദ്ധ അമ്മ നമ്മെ കൈപിടിച്ച് നടത്തുന്നത്. നാം ഈശോയെ പ്രാപിച്ചു കഴിയുമ്പോൾ, ഈശോ നമ്മെ തൊട്ട് കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് വ്യത്യാസങ്ങളും അത്ഭുതങ്ങളും സൗഖ്യങ്ങളും സമാധാനവും നമ്മുടെ ജീവിതത്തിൻ്റെ ഒരുപാട് ഐശ്വര്യങ്ങളും ഉണ്ടാകുന്നതായിട്ടാണ് ഇന്ന് നാം ഈ സാക്ഷ്യത്തിൽ കേൾക്കുന്നത്. രേഷ്മയും ഇമ്മാനുവേലിനും പറയാനുള്ളത് അത് തന്നെയാണ്. പരിശുദ്ധ അമ്മ ഈശോയോട് മാധ്യസ്ഥ അപേക്ഷിച്ചുകൊണ്ട് വലിയ വലിയ കാര്യങ്ങൾ ഇവർക്ക് വേണ്ടി ചെയ്തു കൊടുത്തിരിക്കുകയാണ്. അമ്മയുടെ ഇമ്മാനുവേലിൻ്റെ അമ്മയുടെ ബ്ലാഡർ സ്റ്റോൺ ഉടനെ തന്നെ സർജറിക്ക് മുൻപ് സർജറിക്ക് പോകുമ്പോൾ ഉണ്ടായിരുന്ന ആ ബ്ലാഡർ സ്റ്റോൺ ഹോസ്പിറ്റലിലെത്തിയപ്പോൾ അത് കാണുവാനില്ല എന്നുള്ളതായിരുന്നു ഇവരെ ആദ്യമായി അതിശയപ്പെടുത്തിയ ഒരു വലിയ സാക്ഷ്യം. ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയുന്നു. ഒരുപാട് മക്കളാണ് കിഡ്നി പ്രോബ്ലം, അതുപോലെ തന്നെ യൂറിൻ പാസ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് സ്റ്റോൺ, ഇങ്ങനെ ഒരുപാട് കഷ്ടതകൾ അനുഭവിക്കുന്ന എല്ലാ മക്കളെയും ഈ സാക്ഷ്യത്തോട് നമുക്ക് ചേർത്ത് വെച്ചുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ അടുത്തതായി ഇവർക്ക് ലഭിച്ചത് രേഷ്മ ഒരു പുതിയ അപ്പോയിൻമെൻറ്റ് അബുദാബിയിൽ തന്നെ 13 വർഷമായിട്ട് അവരവിടെ ഔട്ട് പേഷ്യൻ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്തിരുന്നപ്പോൾ ഒരു അപ്പോയിൻമെൻറ്റ് ലഭിച്ചത്, ഇൻ്റർവ്യൂ ലഭിച്ചത് തന്നെ ഒരു ഇംപേഷ്യൻ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കായിരുന്നു. ഉടനെ തന്നെ ആഗ്രഹിച്ചതേയുള്ളൂ, ഞാൻ ഇത്ര കാലം വർക്ക് ചെയ്തൊരു ഔട്ട് പേഷ്യൻ്റ് ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നല്ലോ, പരിശുദ്ധ അമ്മേ ഞാൻ ആഗ്രഹിക്കുന്നത് തന്നെയാണല്ലോ. ഉടനെ അമ്മ ആ ആഗ്രഹം കേട്ട് ഈശോയോട് പറഞ്ഞുകൊണ്ട് ഔട്ട് പേഷ്യൻ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ മകൾക്ക് ഒരു എക്സ്ട്രാ ഇൻസെൻറ്റീവ് കൂടി കൊടുക്കുകയായിരുന്നു. ഹോൾ വീക്കെൻഡ് മകൾക്ക് ഓഫായിട്ട് കൊടുത്തുകൊണ്ട് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനുള്ള അനുഗ്രഹം കൂടി രേഷ്മ ആഗ്രഹിച്ചതുപോലെ ഈശോ അനുഗ്രഹിച്ചതായി സാക്ഷ്യപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ആസ്മ, അബ്ഡോമിനൽ പെയിൻ, ഇതെല്ലാം
ഈശോയുടെ ഇവിടെ നിന്ന് ലഭിച്ച പരിശുദ്ധ അമ്മയുടെ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് തന്നെ അവർക്ക് സൗഖ്യപ്പെടുകയുണ്ടായി. കുഞ്ഞുമകൾ ജൊഹാനയുടെ ഒരു വലിയ സാക്ഷി നാം കേട്ടു. അവൾക്ക് ഈ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ സമയത്ത് തന്നെ ഈശോ അവളെ സ്പർശിച്ച ഒരു വലിയ അനുഭവമാണ് അവൾ തന്നെ ഏറ്റുപറഞ്ഞത്. എൻ്റെ ബിഹേവിയർ, എൻ്റെ സ്വഭാവത്തിലുള്ള വലിയ ചേഞ്ചസ് അവൾ ഏറ്റുപറയുകയുണ്ടായി. അതുപോലെ തന്നെ അവൾക്കുണ്ടായ ഈശോ സ്പർശം, അവൾ ഈ വർഷം ഈശോയെ സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ്. അതിനോടുകൂടി തന്നെ പരിശുദ്ധ അമ്മ അവളെ ഈശോയിലേക്ക് കൈപിടിച്ച് നടത്തുന്ന വലിയ സാക്ഷ്യം ഇമ്മാനുവൽ നമ്മോട് പറയുകയുണ്ടായി. ഈ 3 വർഷം മുൻപുണ്ടായ ഒരു കാലിൻ്റെ ഓപ്പറേഷനെ തുടർന്ന് അദ്ദേഹത്തിന് ഹിപ്പ്, അരക്കെട്ടിനുള്ള ഒരു വലിയ വേദന, അത് വളരെ പെട്ടെന്നാണ്. ടോയ്ലറ്റിൽ ഇരിക്കാൻ പോലും അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നപ്പോൾ ഈശോ വളരെ പെട്ടെന്ന്, ഇവിടെ നിന്ന് ഉടമ്പടി എടുത്തവർ പോയി ഒരു 8 മാസത്തോളം ഉടനെ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ച് അദ്ദേഹത്തിന് ഹീൽഡായ ഒരു വലിയ സാക്ഷ്യം. അങ്ങനെ അദ്ദേഹത്തിന് ഡ്രൈവിംഗ് ലൈസൻസ് പരിശുദ്ധ അമ്മ നേരിട്ട് കൊടുത്ത നമുക്കറിയാം, വിദേശങ്ങളിലെല്ലാം ഒരു മിറർ ചെക്ക് ചെയ്തില്ലെങ്കിൽ അതൊരു വലിയ ട്രാഫിക് വയലേഷനാണ്. അത് അനുഭവിച്ചവർക്കറിയാം അതിൻ്റെ. എന്നിട്ടും പരിശുദ്ധ അമ്മ നൽകിയ ഒരു ലൈസൻസ്, ആഗ്രഹിച്ചു തന്നെ അവർ ആഗ്രഹിച്ച കാർ, ഇങ്ങനെ നമ്മൾ ആഗ്രഹിക്കുന്നതിലപ്പുറം പരിശുദ്ധ അമ്മ ഈശോയിൽ നമുക്ക് വാങ്ങിച്ചു തരികയാണ്. അഖണ്ഡ ജപമാലയിലൂടെ അവർക്ക് ഈശോയെ, പരിശുദ്ധ അമ്മയെ മഹത്വപ്പെടുത്തുവാനും ഈശോയിലേക്ക് അടുക്കുവാനും ഇനി ഇവരുടെ മുന്നോട്ടുള്ള ജീവിതം എപ്പോഴും നിത്യതയിൽ മാത്രമായിരിക്കുമെന്ന് വളരെ ചെറുപ്പത്തിൽ തന്നെ ഈ കൊച്ചിനെ പഠിപ്പിക്കാനും തലമുറകൾക്ക് കൈമാറുവാനുമുള്ള ഒരു വലിയ അനുഗ്രഹമാണ് അവർക്ക് ലഭിച്ചിരിക്കുന്നത്. വിശേഷവിധിയായ അവർ കൃപാസനത്തിന് വേണ്ടി, കൃപാസനത്തിൽ ഇന്ന് അറിയാത്തവരും അല്ലെങ്കിൽ തന്നെ ഇവിടെ എത്താത്തവരുമായി ആരുമില്ല. ഇവിടെ എത്താത്തവർക്ക് വേണ്ടി കൂടി അവർ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. നമ്മുടെ ഉടമ്പടിയിൽ വിശ്വസ്തരായിരിക്കാം. അമ്മയുടെ പരിശുദ്ധമായ സാന്നിധ്യം ഇവരുടെ കുടുംബത്തിലുണ്ട്, അമ്മ കൂടെ സഞ്ചരിക്കുന്നു എന്നുള്ള വലിയ സാക്ഷ്യത്തിന് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.